ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ പൊടിമോൾ. അപ്പോൾ നമ്മൾ കാലത്ത് എണീറ്റുള്ളൂ കേട്ടോ. അപ്പം എന്ന് വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചാൽ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇന്നലെ രാത്രി യൂട്യൂബിൽ ഒരാൾ കമന്റ് ഇട്ടു, ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമെന്ന്. ഞാനാണെങ്കിൽ ഒരാളത് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. കാരണം ഒന്നും ഉണ്ടാവുന്നില്ല ഒരു ദിവസം. നാട്ടിലൊക്കെ ഉള്ളപ്പോൾ എൻ്റെ ഒരു ദിവസം, എൻ്റെ എല്ലാ ദിവസങ്ങളും എന്താ പറയാ, പുതിയ പുതിയ ഓരോ സംഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും, എന്നും ഓരോരോ കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ എല്ലാ ദിവസവും ഒരുപോലെയാണ്. ഒരു കാര്യം പോലും ഒരു വ്യത്യാസമില്ല. ഫുഡ് കഴിക്കാൻ സമയമാണെങ്കിലും എണീക്കണ സമയമാണെങ്കിലും ഒക്കെ ഒരുമാതിരി ഡിസോർഡർ ആണ്. ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നല്ലാണ്ട് അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ഈ ഒരു ഫേസും നമ്മള് എന്താ പറയാ അറിയണല്ലോ, എൻജോയ് ചെയ്യണല്ലോ. ഇനി അല്ലെങ്കിൽ പിന്നീട് ഒരിക്കല് നമുക്ക് ചിലപ്പോൾ ഞാൻ ഈ ജോലിക്കൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്രീ ഡേ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒരു വീഡിയോ നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കണം കേട്ടാ. അപ്പൊ കാലത്ത് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ ഒരു 10 മണി 10:30 ആയിട്ടുണ്ട്. എണീറ്റ് ഇനി നമുക്ക് എന്താ പറയാ, ആദ്യം തന്നെ കുളിക്കണം. അതാണോ ചെയ്യേണ്ടത്? എന്തൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട്. കാരണം എല്ലാം ഭയങ്കര അലങ്കോലപ്പെട്ട് കിടക്കണം. വൃത്തിയാക്കണം. വാഷിംഗ് മെഷീനിൽ ഇന്നലെ രാത്രി അലക്കിട്ടുണ്ടായിരുന്നു, അതെടുത്തുകൊണ്ട് നിവർത്തിയിടണം, അടിച്ചു വരണം, തുടയ്ക്കണം, കിച്ചൺ ക്ലീൻ ചെയ്യണം, ചോറ് വയ്ക്കണം. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ നമുക്ക് കാണാം, അതൊക്കെ കാണാണ്ട. ഇവിടെ വന്നപ്പോൾ പ്രധാനമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നതാണ് ഹെയർ ഫോള്. മുടിയില് ഇപ്പൊ തന്നെ ഞാനത് മുടി കിട്ടുമ്പോ തന്നെ കൊഴിഞ്ഞുണ്ടോ അത്രയും മുടി. അതെന്റെ മുടി, വിനീതിന്റെ മുടി, രണ്ടുപേരും കൂടി ആകുമ്പോ എപ്പോഴും അടിച്ചു വരോണ്ടിരിക്കണം. ദിവസം ഞാൻ 2-3 വട്ടം ഞാൻ ഇവിടെ 2 വട്ടം നമ്മൾ എന്തായാലും വീട്ടിൽ അടിച്ചു വരുന്നതാണ്. 3-4 വട്ടമൊക്കെ ഞാൻ അടിച്ചു വരും ഇവിടെ. മുടിയൊക്കെ ഭയങ്കര ഡ്രൈ ആവും. എന്താ പറയാ, കുളിച്ച് കഴിഞ്ഞാൽ നമ്മള് വെളിച്ചെണ്ണൊക്കെ പരട്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആവും മുടി. തീരെ സെറ്റാവില്ല. പിന്നെ എന്റെ കിച്ചൺ എന്ന് പറയുന്നത് കണ്ടില്ലേ, ആകെ അലങ്കോലപ്പെട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ വൃത്തിയാക്കും, ഇപ്പൊ തന്നെ വൃത്തിയാക്കും. എന്റെ ഈ അടുക്കള എനിക്ക് തോന്നും ഞാൻ കൊല്ലമായിട്ടുള്ള പാത്രം മോറലും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെയില്ല, ഞാൻ ഇന്നും എന്റെ കിച്ചൺ നന്നായി വൃത്തിയാക്കാനാണ്. പക്ഷെ ഇന്നലെ രാത്രി എനിക്കതിന് സാധിച്ചില്ല. കാരണം ഇന്നലെ ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു പിന്നീടാവട്ടെ. പക്ഷെ നിങ്ങൾ ഒരിക്കലും രാത്രി എടുക്കുമ്പോൾ കിച്ചൺ വൃത്തിയാക്കാണ്ട് കിടക്കരുത്. കിടന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലത്താണ് നമുക്കൊരു ബേർഡനായിട്ട് ഫീൽ ചെയ്യും. ഇതൊക്കെ എങ്ങനെ, എനിക്ക് എന്റെ ഇവിടെ അടുക്കള വേണ്ടിയിട്ട് പേടിയാണ്. പക്ഷെ എനിക്ക് വൃത്തിയാക്കൂടാ. ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എന്താ പറയാ, അടുക്കലും പറക്കലും വൃത്തിയാക്കലും മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആക്ച്വലി എനിക്ക് ഇവിടെ മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, വീട്ടിൽ ചെയ്യണതിൻ്റെ പകുതി പണി പോലും നമുക്ക് ഇവിടെ വന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് മാറി നിൽക്കണമെന്നാണ് തോന്നുന്നു. എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് പണി കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യും. അതാണ് പ്രശ്നം. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പണി കൂടുതൽ ഡോക്ടറുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ലോ, ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ പുതിയൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ കുക്കിങ് ടഫാണ്. കുക്കിങ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ളപ്പോൾ വിചാരിക്കും പിന്നെ യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബ് നോക്കി അങ്ങോട്ട് കുക്ക് ചെയ്താൽ മതിയല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. കുക്ക് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാണെങ്കിൽ ആദ്യം വേണ്ടത് കൈപ്പുണ്യാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കൈപ്പുണ്ണില്ലാതെ ആരും കുക്ക് ചെയ്യണില്ലെങ്കിൽ കേട്ടോ. അങ്ങനെയല്ല, ഞാൻ ഉണ്ടാക്കുന്നത് ഇരിക്കുന്നവരെ പിടിക്കാറില്ല. അപ്പം ഞാൻ എല്ലാത്തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് മേ ബി കൈപ്പുണ്യം കുറവായിരിക്കും, അതുകൊണ്ടാണ് എൻ്റെ കുക്കിംഗ് റെഡി ആവാത്തതാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നന്നായി ബോറടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ യാതൊന്നും ഇല്ല, ഒറ്റയ്ക്കല്ല ഞാൻ. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് ബോറടിക്കും. വേറെ ആരും നിങ്ങൾ കാണുന്നില്ലല്ലോ ഇതിൽ. അറ്റ്ലീസ്റ്റ് ഇനി ഇതുപോലെ ഇല്ല എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ. അവിടെ നമ്മൾ മുന്നിൽ കത്തിയിട്ട് കുറച്ച് തുണികളുണ്ടാവും. അതൊക്കെ നമുക്ക് റൂമിൽ എടുത്തുകൊണ്ട് പോയിടണം. എന്നിട്ട് പുതിയ തുണികളൊക്കെ നിവർത്തിയാവും.
ഈ വെയിലത്തൊക്കെ നിൽക്കാൻ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്താ പറയാ തീരെ വയ്യാണ്ടാവും, ഭയങ്കരമായിട്ട് ക്ഷീണിക്കും നമ്മള്. വെള്ളം കഴിച്ചിട്ട് നമുക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കും എനിക്ക് കാലത്ത് നേരത്തെ പോയിട്ട് നമുക്ക് നിവർത്തിട്ടൂടെ. അതാ നിവർത്തിടാത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഉറങ്ങിയിരിക്കും. ഇവിടെ തണലുള്ള സമയത്തൊക്കെ ഞാൻ ഉറങ്ങിയിരിക്കും, വെയിലുള്ളപ്പോഴേക്കും ഞാൻ എണീക്കുക. അപ്പൊ എനിക്ക് ആ സമയത്തൊന്നും നിവർത്തിടാൻ പറ്റില്ല. ഈ നട്ട് നേരത്തെ പോയി നിവർത്തിടാൻ ഇപ്പൊ അടുത്ത തലക്കെട്ടുണ്ട്, അത് നമ്മൾ ഇനി ഈ സമയത്തൊന്നും നിവർത്തിടാൻ പോലും വെയിലാറിയിട്ട് പോകും. ഇവിടെ ജോലിയൊക്കെ അന്വേഷിച്ച് വരണവരുണ്ടല്ലോ, അവരൊക്കെ ശരിക്കും ഈ സമയത്ത് വരികയും ചെയ്യരുത്. കാരണം നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റ് പിടിക്കാനാണ് എടുക്കും അത്യാവശ്യം സമയം. ഞാനിവിടെ വന്നപ്പം എനിക്ക് എന്നും വയ്യായിരുന്നു. ഒരു 1.5 ആഴ്ചയോളം ഞാൻ ഇവിടെ കിടപ്പായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ പോകുന്നവർ പറഞ്ഞു, കാരണം അത്ര വയ്യായിരുന്നു എനിക്ക്. അയ്യോ എന്താ പറയാ, നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. നമുക്ക് പുതിയ സ്ഥലത്തേക്ക് മാറി നിൽക്കുമ്പോണ്ടാവണം ബുദ്ധിമുട്ട്, ഫുഡ് കഴിക്കാൻ പറ്റായിക. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ചൂട്, അപ്പൊ നമുക്ക് ക്ഷീണം വരും ഓട്ടോമാറ്റിക്കലി. ചൂടാകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, ക്ഷീണം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ പൊതുവെ ഈ ഇത്രയും എന്താ പറയാ ചൂടുള്ള സമയത്ത് ആരും ജോലി ഒന്നും അന്വേഷിച്ച് യൂണിയിൽ വരാതിരിക്കുകയാണ് ബെറ്റർ. പിന്നെ ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെയുള്ളവരോടല്ല, എന്റെ പോലെ പെട്ടെന്ന് വയ്യാണ്ടാവുന്ന ആളുകളൊന്നും ഈ സമയത്ത് വരരുത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഭയങ്കരമായിട്ട് ബോറടിക്കും. കാരണം ഞാൻ മാത്രമല്ലോ വീഡിയോയില്, വേറെ ആരും. ഇനി നോക്കിക്കോ, ഈ ഡേ ഇൻ മൈ ലൈഫ് കഴിയണ ആരും എന്റെ വീഡിയോയിൽ ആരും വരില്ല. കാരണം എന്റെ കൂടെ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ. അപ്പൊ എന്റെ ഡേ ഇൻ മൈ ലൈഫ് ഇടുമെന്ന് ചോദിച്ച ആള് എന്തായാലും വീഡിയോ കാണുമായിരിക്കും. ആള് ചോദിക്കിയത് നേരത്താണ് അവ ഈ പെണ്ണിനോട് അതൊക്കെ ഇടാൻ പറഞ്ഞ എനിക്ക് തോന്നിയിരുന്നില്ലേ. ഇനി നമ്മുടെ പണി എന്ന് പറയണത് അടിച്ചു വരിക, തുറക്കുക, അങ്ങനെ കുറച്ച് പരിപാടിയോ. അപ്പൊ നമ്മുടെ അടിച്ചു വാരമൊക്കെ കഴിഞ്ഞു. ഇനി വെച്ച് കഴിഞ്ഞാലേ ഇവിടെ വന്നപ്പോ എനിക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാം, കറുത്ത കളറാവാം, പൊട്ടുക. അതേപോലെ സ്കിന്നിൽ നിറച്ച് പിമ്പിൾസാ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണോണ്ടാണെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നാട്ടിൽ ഞാൻ പുറത്ത് നന്നായി ഫുഡ് കഴിച്ചു, പക്ഷെ ഇത്രയും കുരുക്കളാണത് കാണാൻ ഡൗട്ടുണ്ടായി. ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും കുരുക്കളായത്. അത് ക്ലൈമറ്റിന്റെ ആവാനാണ് സാധ്യത. അടിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മള് കിച്ചൺ അടിച്ചു പോകാൻ നോക്കിയപ്പോ വേസ്റ്റ് കണ്ടിട്ടില്ല. വേസ്റ്റ് കൂടി കളയാൻ പോകാമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഈ നട്ടപ്പാറ വെയിലത്താണ് എനിക്ക് ഇതിനൊക്കെ ഒരു മൂഡ് കിട്ടും. നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് വേസ്റ്റോട് ഇഷ്ടം പോലെ വരും. അപ്പൊ വീട്ടിലാണെങ്കിൽ നമുക്ക് അപ്പുറത്തേക്കൊക്കെ ഇടാം, പക്ഷെ ഇവിടെ അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം. അത് ഇവിടെ വന്നിട്ട് ഞാൻ പഠിച്ചൊരു ശീലമാണ്. നമ്മുടെ വേസ്റ്റ് നമ്മൾ തന്നെ കൊണ്ട് പുറത്ത് കൊണ്ട് വേസ്റ്റ് ബിന്നിൽ കൊണ്ട് കളയാം. കുറച്ച് ദൂരം ഉണ്ട് വേസ്റ്റ് കളയാൻ പോകാൻ, കുറച്ച് ദൂരം. അപ്പോൾ ഇവിടെ ഒന്നും വരില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ നല്ല വെയിലാ. പേടിയാ പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു കുറച്ച് ദൂരമുള്ളൂ. പക്ഷെ അവിടെ ഓടിപ്പോയിട്ടൊക്കെ ഇട്ടിട്ടൊക്കെ വരിക, അത്രയും വെയിലാ. ഞാനാണെങ്കിലേ ഈ ഉച്ച സമയത്ത് മാത്രം പുറത്തേക്കാണ് ഒരു ജീവിയാണ്. ഉച്ചയ്ക്ക് എണീറ്റ പിന്നെ ഉച്ച സമയത്താണല്ലോ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. അവിടെ ബിന്നുണ്ട്, അതിൽ കൊണ്ട് കളയണം ഗൈസ്. അമ്മേ അവിടെ എത്തുമ്പോഴേക്കും അതൊക്കെയാണ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പണിയെടുക്കുന്നില്ലല്ലോ വേർക്കാത്തോണ്ട് കുറച്ച് നടക്കുമ്പോഴേക്കും നമുക്ക് വേർപ്പിൻ്റെ അസ്കതയാണ്. ഇന്ന് കുറച്ച് വെയിൽ കുറവുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടുക ചെയ്യാം. ഓടി ഞാൻ ഇന്നിപ്പോൾ അത്ര വെയിലില്ല, വെയിൽ കുറവാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഫ്രണ്ട്സിനെ വിളിക്കും, വിനീത് മെസ്സേജ് അയക്കും. പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ഇൻഡീഡിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയമാണിത്. ഈ സമയത്താണ് ഞാൻ അതൊക്കെ ചെയ്യാറ്. ഇതിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ ചെയ്യൂടാ. അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അങ്ങനെ പണി കൊടുത്തോണ്ടിരിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്നും ചെയ്യും, ഓരോന്നും അപ്ലൈ ചെയ്യാൻ പോവും, വിനീത് വിളിക്കും, അങ്ങനെ സമയം പോവും. പക്ഷേ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് എനിക്ക് ഇവിടെ വന്നിട്ട് മെൻ്റലായി തുടങ്ങി. ഞാൻ തന്നെ ആലോചിക്കും ഇടയ്ക്ക്, അപ്പോൾ എനിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഒറ്റയ്ക്കിരുന്നിട്ട് പുറത്തേക്ക് പോയിട്ട് റൂമിൽ കയറുമ്പോഴാണ് ഹാപ്പിനെസ്. തണവ് കിട്ടുമ്പോഴേ. ഇനി എന്താ, നമുക്ക് തുടയ്ക്കണം, ചോറ് വെക്കണം, കുളിക്കണം. പിന്നെ ടി വി ഒക്കെ കണ്ട് ഞാനിങ്ങനെ ഇവിടെ ഇരിക്കും. നമുക്കിപ്പോൾ തുടയ്ക്കാം. പണി ഇതാണെങ്കിൽ ചോറ് വയ്ക്കാന്നുള്ളതാണ്. ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിട്ടില്ല, ഒരു 12:30 ഒക്കെ കഴിഞ്ഞു. നമുക്ക് ചോറ് വയ്ക്കണം. കറി വെച്ചതുണ്ട്, ഇന്നലെ സാമ്പാർ വെച്ചു. സോ കറി ഉണ്ട്, ചോറാണ് കേട്ടത്. ചോറ് വയ്ക്കുക,
കിച്ചണൊക്കെ അടിച്ചു വരിക, തുടയ്ക്കുക. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. വാഷിംഗ് മെഷീന്റെ ശബ്ദമായിരിക്കും നിങ്ങൾ കേൾക്കണം. ആരും പേടിക്കണ്ടാവും. വാഷിംഗ് മെഷീൻ ഓൺ വർക്ക്. ഇനി നമ്മൾ കുളിക്കണം. അപ്പോൾ ഇനി കുളി, പിന്നെ ഈ സ്കിന്നൊക്കെ ഭയങ്കര ഇതായിരിക്കണോണ്ട് ഞാനിവിടെ വന്നിട്ട് സ്കിൻ കെയർ ഒന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെയാണ് ഒന്ന് വീഡിയോ എടുക്കുമ്പോഴൊക്കെയാണ് നമുക്ക് സ്കിൻ കെയർ ചെയ്യണം എന്നൊക്കെ ഒരു ഓർമ്മയും ബോധമൊക്കെ വരുന്നത്. അല്ലാണ്ട് സ്കിൻ കെയർ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് മുഖം കഴുകി ഞാൻ അപ്പോൾ വിചാരിച്ചു എന്തായാലും സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്യാം, അങ്ങനെ വിചാരിച്ചു. പിന്നെ തലയിലൊക്കെ വെളിച്ചെന്നൊക്കെ തട്ടി ഇവിടെ ഇന്ന് ഞാൻ അങ്ങനെ തല ഇത് ചെയ്യാറില്ല, കുളിക്കാറില്ല കേട്ടോ. അതായത് ക്ലോറിൻ വെള്ളമൊക്കെ ഇല്ല നമ്മുടെ, അല്ലെങ്കിൽ എനിക്ക് നല്ല മുടി കുളിച്ചിട്ടുണ്ട്. ഇനി മുടി വേണ്ടാന്ന് വെച്ചിട്ടാണ് ഒന്ന് ഫേസ് വാഷും അതേപോലെ എന്താ പറയാ സ്ക്രബ്ബറൊക്കെ ഇട്ടു ഒന്ന് മുഖം കഴുകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ എത്ര മുഖം ശ്രദ്ധിക്കുന്നുണ്ടോ അതനുസരിച്ചിട്ടാണ് ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിരിക്കുക. എനിക്ക് അങ്ങനെ തോന്നണം. കാരണം ചെറുപ്പത്തിൽ, അതായത് ഒരു പ്രായം വരെ മുഖത്ത് യാതൊരുവിധ സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓരോന്നൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ അത് നിർത്തി കഴിഞ്ഞാല് ഭയങ്കര മുഖം കാണണ്ടെന്ന് പറഞ്ഞ്. പിന്നെ വേറൊരു കാര്യം ഉണ്ട്, എന്റെ മുഖത്ത് ഈ കറുത്ത പാടുകൾ വരുന്നത് ഞാനത് പൊട്ടിച്ചിട്ടാണ്. എനിക്ക് മുഖത്ത് ഒന്നും ഇരിക്കാൻ പറ്റില്ല, അപ്പൊ ഞാനത് പൊട്ടിക്കും. അതാണ് എന്റെ മുഖത്തുള്ള ഈ കറുത്ത പാടുകളൊക്കെ. പിന്നെ സ്ക്രബ്ബർ അപ്പൊ ഞാൻ ഇപ്പൊ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളൂ. നാട്ടിൽ നിന്ന് വന്നിട്ട് 1-2 വട്ടം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. വന്നിട്ട് ഇപ്പൊ ഒരു മാസമായില്ല, ഒരു മാസം കഴിഞ്ഞു. പക്ഷെ ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോഴാണ്. മുടി കൊഴിച്ചിലോ മുടി മുഴുവൻ പോകാൻ സാധ്യതയുണ്ട്. അത്രയും നന്നായിട്ടാണ് മുടി കൊഴിഞ്ഞോണ്ടിരിക്കണം. നിങ്ങൾ ആർക്കെങ്കിലും നല്ലൊരു റെമഡി അറിയാന്ന് വെച്ചാൽ പറയട്ടെ, ഈ സ്കിന്നൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിലൊക്കെ. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് അത്ര എഫക്റ്റീവ് ആവില്ല. എന്തെങ്കിലും വാങ്ങി ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊന്നും എനിക്ക് അറിയില്ല അങ്ങനെ നല്ലതാണോ. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ അതൊക്കെ നല്ലതാണോ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ സ്കിന്നൊരു ഇതില്ലേ, 5 മിനിറ്റ് ആകുമ്പോഴേക്കും സ്കിന്ന് പണ്ടത്തെ പോലെ. അതാണ് എന്റെ പ്രത്യേകത. മുഖം വാഷ് ചെയ്യുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാവില്ല. മുഖം വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ടാവും. പിന്നെ പത്ത പോലെ തന്നെയാവും അങ്ങനെ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ കുളി കഴിഞ്ഞു. പെട്ടെന്ന് കുളിക്കാന്ന് പറഞ്ഞ തീരുമാനം തന്നെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച കാലത്ത് തന്നെ കുളിക്കാന്ന്. കാരണം കാലത്ത് എനിക്കെപ്പോഴും ഒരു മൂടുണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു നമുക്ക് ഒറ്റയ്ക്കുള്ളവർക്ക് അത് മനസ്സിലാവും. ചില ഒരു ദിവസം വരെ മൂടായിരിക്കും, കാര്യം കാണാനൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ വീട്ടിലൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ നമ്മളെ ഒരു വൈബ് മാറും. പക്ഷെ ഇവിടെ ആകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് നമുക്ക് ഭയങ്കര എപ്പോഴും ഒരു മൂകതയായിരിക്കും. ഇപ്പൊ വീഡിയോ കണ്ടുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒരു ഇങ്ങനെ ക്ഷീണം, എനിക്ക് ഇപ്പോൾ വയ്യാൻ തോന്നും. അതാണ് എനിക്ക് മൂഡ് ഓഫ് ആയുള്ള ഏറ്റവും പ്രധാന കാരണം. എനിക്ക് ഓരോ വയ്യാകളായിരിക്കും, തലവേദന, വയറുവേദന, നടുവേദന ഇങ്ങനെ നിൽക്കും. പിന്നെ ഞാൻ കുറേ സെറം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തൊന്നും സെറം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇവിടെ ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ലേ. ചില ദിവസങ്ങളിൽ മൂടുള്ളപ്പോൾ മാത്രമാണ് ഈ ഒരു സെറും അതുപോലെ മോയിസ്ചറൈസർ വരെ ചില ദിവസങ്ങളിൽ മാത്രമാണ് അപ്ലൈ ചെയ്യണം. അല്ലാത്ത ദിവസങ്ങളൊന്നും അതുമില്ല. ഓർഡിനറിയുടെ സെറാണ്, നല്ലതാണെന്ന് എനിക്ക് പറയാറില്ല. കാരണം ഒന്നും എൻ്റെ മുഖത്ത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പിന്നെ വാങ്ങിയ സ്ഥിതിക്ക് നമ്മൾ അത് ഉപയോഗിക്കുന്നത് മാത്രം, അല്ലാണ്ട് ഇതുകൊണ്ട് എനിക്ക് ഭയങ്കര വ്യത്യാസം ഒന്നും പറയാറില്ല. പിന്നെ ഞാനത് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നില്ലല്ലോ. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ടാണ് നമുക്കൊരു എഫക്റ്റ് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ അത് മോശമാണ്. പക്ഷെ ഞാനിത് കണ്ടിന്യൂസ് ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെ വീട്ടിലേക്കൊക്കെ വലിയ കാര്യങ്ങളൊക്കെ ഈവനിങ് 5:30 ആകുമ്പോൾ വിളിക്കാം. കാരണം അവിടെ 7 മണിക്കാവില്ല. അപ്പോൾ അവർ ഫുഡ് കഴിക്കലും അതിലേക്കൊക്കെ പോണേക്കാളും കുറച്ച് മുന്നേ തന്നെ വിളിക്കും. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാ കറി അരച്ചിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിക്സി വാങ്ങിയില്ല. അപ്പോൾ സാമ്പാർ കുറേ നാൾ ഇവിടെ വന്നിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സാമ്പാർ കൂടി വെച്ച് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അങ്ങനെയാണ് ഇന്നലെ ഞാൻ സാമ്പാർ ഉണ്ടാക്കി. സാധനം കുഴപ്പമില്ല, രസമൊക്കെ ഉണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തും കഴിക്കും, നമ്മളെന്തും ടേസ്റ്റ് ഒന്നുമല്ല, വിശക്കുണ്ടോ നമ്മൾ ഫുഡ്. അങ്ങനെയാണ് നാട്ടിൽ നിന്നുള്ള ലൈഫ് സ്റ്റൈൽ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാവും. ഇനി പണിയൊന്നുമില്ല. ഇനി ടി വി ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഞാൻ കുറച്ചൊക്കെ എടുക്കും. ഇനി ഉറങ്ങിയൊക്കെ എണീറ്റ് ഒക്കെ ആയിരിക്കും ഇനി വീഡിയോ എടുക്കാൻ ഞാൻ സാധ്യതയുള്ളത്. അപ്പൊ എന്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞോട്ടാ ഞാൻ അതിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഈ ഡേ മൈ ലൈഫ് ഒക്കെ ചെയ്യണം. സോ ഞാൻ അത് മറന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞ വിനീത് ഫുഡ് കഴിക്കാൻ വരുന്നത്. അപ്പോൾ ഞാൻ അവൻ വരില്ല എന്ന് വെച്ചിട്ട് അവനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് ചോറും സാമ്പാറൊക്കെ ഉണ്ട്, മീൻ വറക്കണം. അതും കൂടി കഴിഞ്ഞ് അവന് മീൻ വറക്കാളത്ത് കൊണ്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ കഴിഞ്ഞല്ലോ. ഞാൻ ഡേ ഇൻ മൈ ലൈഫിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? മോശമായ അഭിപ്രായം. വൈ വിനീത പ്രോത്സാഹിപ്പിക്കും ഭാര്യനെ. ഇതൊക്കെ ഞാൻ ഇടും. ബൈ. ടാറ്റ.
അങ്ങനെ വിനീതൊക്കെ ഫുഡ് കഴിച്ച് പോയി. ഇനി ആക്ച്വലി എനിക്ക് ഒരു പണിയില്ല, വെറുതെ ഇരിക്കുക, ടി വി കാണുക, അത്രേ ഉള്ളൂ. ആക്ച്വലി എൻ്റെ ഒരു ദിവസം ഇത്രേ ഉള്ളൂ. ഇനി ഒന്നും ഉണ്ടാവാൻ ബാക്കിയില്ല. കഴിഞ്ഞ് ശരിക്കും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും വീഡിയോസ് ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ ഓക്കെ, ടാറ്റാ.